ചന്ദ്രേ, വെറുതെ പ്രശ്നം ഉണ്ടാകണ്ട. അവർക്ക് സമ്മതമില്ലെങ്കിൽ വേണ്ട. നമുക്ക് നമ്മുടെ ബോർഡ് നമ്മുടെ ഓഫീസിന്റെ ഫ്രണ്ട് വയ്ക്കാം. അതാ നല്ലത്. പേടിച്ചിട്ടൊന്നും അല്ല വിഷ്ണു എന്നെ തടഞ്ഞത്. ഇതിന്റെ പേരിൽ വഴക്കുണ്ടാക്കാൻ താല്പര്യം ഇല്ലാത്തോണ്ടാ. നിങ്ങൾ കണ്ടോ, ഈ ഉണക്ക വീടിനേക്കാളും നല്ലൊരു വീട് ഞാൻ ഉണ്ടാക്കും. അതിന്റെ മുൻപിൽ ഞാൻ ആ ബോർഡ് വയ്ക്കുകയും ചെയ്യും. അത് കാണാനേ ഞാൻ എന്റെ പട്ടിയെ പറഞ്ഞു വിട്ടോളാം. ഈ നിൽക്കുന്ന ആളായിരിക്കും അല്ലേ അത്? നിനക്കങ്ങനെ തോന്നുന്നതേ നിന്റെ വീട്ടിൽ അങ്ങനെ ആയതുകൊണ്ടാ. ഉണ്ടായിരുന്നല്ലോ ഒരു പോലീസ് ഡോഗ്, അതിന്റെ ഓർമ്മയാടി നിനക്ക്. നിങ്ങൾ വഴക്കുണ്ടാക്കണോ നമ്മളൊന്ന്? നമുക്കൊന്ന് പോവാം. വാ. എന്റെ അച്ഛനെ പട്ടിന്ന് വിളിച്ച നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ചന്ദ്ര വാ, വരാൻ വന്നേ. ഭയങ്കര ചൊറിച്ചില്. വല്ല പുഴുവും കഴിച്ചതായിരിക്കും അമ്മേ. അമ്മയ്ക്ക് ചായയോ മറ്റോ വേണോ? ആ, മധുരം ഇല്ലാതെ ഒരെണ്ണം എടുത്തോ. അല്ല പാർവതി, ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയെന്നൊക്കെ ദേവിക പറയുന്നത് കേട്ടല്ലോ. കുഴപ്പമാവോ? എന്തു കുഴപ്പം? അതാ നടേശന്റെ റൂബിയുടെ മരണം അന്വേഷിക്കാനല്ലേ? അതെ, എന്നാലും എന്താ ഒരു എന്നാലും? ഒന്നും ഉണ്ടായിട്ടല്ല, ആകെ ഒരു സ്വസ്ഥതക്കേടാ പാർവതി മനസ്സിൽ. ഒന്നിലും ഒരു സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല. എങ്ങനെ കണ്ടെത്താൻ പറ്റും അമ്മേ? നമ്മുടെ സ്വസ്ഥതയും സമാധാനവും കെടുത്തി അടങ്ങുമെന്നും പറഞ്ഞ് നടക്കുകയല്ലേ ദേവിക. അവളെ ഇവിടുന്ന് ഓടിക്കാതെ നമുക്ക് സന്തോഷിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നിത്യയുടെ കല്യാണമെങ്കിലും നടന്നാ മതിയായിരുന്നു. അതൊന്നും നടക്കുന്നില്ല. നിത്യയുടെ സമ്മതം മാത്രം മതി അത് നടക്കാൻ. സമ്മതിക്കണ്ടേ? പ്രഭാവതിക്ക് ഇപ്പൊ പഴയ ഇഷ്ടമൊന്നും നമ്മളോട് ഇല്ല. ശരത്തിന്റെ മനസ്സിൽ നിന്നും അത് പോയാൽ നമ്മൾ പെടും. അമ്മ എന്നെ ഇങ്ങനെ പേടിപ്പിക്കല്ലേ? പേടിക്കണം പാർവതി, നമ്മൾ ശരിക്കും പേടിക്കണം. നിത്യമോള് മനോഹരനെ പോലെയാ. ഒരു തീരുമാനം എടുത്താ അതിൽ നിന്ന് മാറാൻ കുറച്ച് പ്രയാസമാണ്. ശരത്തിനെ ഇനി അവള് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിൽ ഇവിടെ അവള് മൂത്ത് നരച്ചിരിക്കേയുള്ളൂ. സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും ഒക്കെ അറിയാം ശരത്തുമായിട്ടുള്ള ബന്ധം. ഈ കല്യാണം മുടങ്ങിയ പിന്നെ അവക്കൊരു കല്യാണം നടക്കുമെന്ന് അമ്മ വിചാരിക്കണ്ട. അത് നടക്കില്ലമ്മേ. നടക്കാതെ വന്നാ നമ്മൾ എന്ത് ചെയ്യും പാർവതി? ഒന്നും ചെയ്യാനില്ല. ഇതിനെല്ലാം കാരണക്കാരിയായ ദേവിയെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോവും. അല്ലാതെ വേറൊന്നും എനിക്ക് ചെയ്യാനില്ല. കാട് കടന്നൊന്നും ഇപ്പൊ നീ ചിന്തിക്കണ്ട. നമുക്ക് നോക്കാം അവളുടെ തീരുമാനം മാറ്റാൻ പറ്റുമെന്ന്. ഓയിൽമെന്റ് വല്ലതും വേണോ അമ്മേ? വേണ്ട, തനിയെ മാറുന്നുണ്ടോന്ന് നോക്കാം. നീ കുടിക്കാൻ കുറച്ച് വെള്ളം എടുക്കും. എന്ത് വേണം? ജയശങ്കർ സാറിനൊന്ന് കാണണം. എന്തിനാണാവോ? ഒരു പ്രോഗ്രാമിന് ക്ഷണിക്കാനാ. സാറിനെ കാണാൻ വേണ്ടി വന്നതാ. ആ, ഇരിക്ക്. സർ, ഞങ്ങൾ പുതിയ ഓഫീസ് ഇടുക. അഡ്വക്കേറ്റ് വിഷ്ണു ആൻഡ് ചന്ദ്ര അസോസിയേറ്റ്സ്. നാട്ടിലെ പ്രമാണിമാരെ മുഴുവൻ ക്ഷണിക്കുന്നുണ്ട്. സാറും വരണം, അനുഗ്രഹിക്കണം. ഞാനിപ്പോ അത്ര വലിയ പ്രമാണിയൊന്നും അല്ലല്ലോ. ഞങ്ങൾക്കാണ് സർ. നോക്കട്ടെ, വരാൻ പറ്റിയാ ഞാൻ വരാം. ഇയാളാണോ വിഷ്ണു? ആ, അതെ സർ. വേറൊരു ഡിഗ്രി മാത്രമേ ഉള്ളോ അതോ LLM കൂടെ ഉണ്ടോ? അല്ല, LLB മാത്രമേ ഉള്ളൂ. ഏത് വക്കീലിന്റെ കൂടെ ഇതുവരെ പ്രാക്ടീസ് ചെയ്തിരുന്നത്? അത്
ഇൻഡിപെൻഡന്റ് ആയിരുന്നു. തുടക്കം മുതലേ ഇൻഡിപെൻഡന്റോ? സത്യത്തിൽ എനിക്ക് ഈ പ്രൊഫഷനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് കോട്ടിടേണ്ടി വന്നതാ. കോടതിയിൽ ഹാജരായി, വാദിച്ചു, ജയിച്ചു.